സമോസ പൊളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ പിടിക്കാൻ ചെല്ലുക. ഇത് എവിടെയും പോവാനല്ല കേട്ടോ, റീലെടുക്കാൻ വേണ്ടിയിട്ടാ. ഒരു മിനിറ്റ് ഇത് ഉറങ്ങിയതാ, ഒരു മിനിറ്റ് ഇത് ഇരുന്ന് ഉറങ്ങിയതാണ് അത്ര. ഇന്നിവിടെ നല്ല മഴ കേട്ടോ, അടിപൊളി മഴ. കുക്കറിനൊക്കെ വയസ്സായി, ഒരടിയൊക്കെ കൊടുക്കണം ഇടയ്ക്ക്. കണ്ടോ ഗൈസ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി, നല്ല കുറുമ. ഹായ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമുക്ക് തുടങ്ങിയാലോ. V4 വെറൈറ്റി വൈബ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൃപയുടെ മൈക്ക് ഓഫായി പോയി, അതിൽ ചാർജില്ല. അപ്പം ഞാൻ തന്നെ പറയാമെന്ന് വിചാരിച്ചു. കൃപ രാവിലെ തന്നെ എക്സസൈസ് തുടങ്ങി. ഹലോ കൃപ എല്ലാ ദിവസവും നേരത്തെ നിൽക്കുമ്പോൾ എക്സസൈസ് ചെയ്യും കുറച്ച് നേരം. പിള്ളേരൊക്കെ നീക്കണുള്ളൂ. കൃപ അവിടെ എക്സസൈസ് ചെയ്ത് തളർന്നിരിക്കട്ടോ. പിള്ളേരെ മെല്ലെ നീപ്പിക്കണം നീ. ഹലോ 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 കൃപ വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഇത് ഉറങ്ങിയതാ, ഒരു മിനിറ്റ് ഇത് ഇരുന്ന് ഉറങ്ങിയതാണ് അത്ര. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നിവിടെ നല്ല മഴ കേട്ടോ, അടിപൊളി മഴ. ഫുള്ളായിട്ട് മഴ പെയ്തിട്ടേ അടിപൊളി. ഈ മഴ വെള്ളത്തിൽ കൂടെ അങ്ങനെ നടക്കുക സത്യം പറഞ്ഞില്ല അടിപൊളിയല്ലേ. സത്യം പറഞ്ഞാൽ കുട്ടിക്കാലൊക്കെ ശരിക്കും ഓർമ്മ വരികയാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മഴക്കാലത്തൊക്കെ ഫുള്ള് മഴയും കൊണ്ടിട്ട്, അല്ല ഞാൻ മാത്രമാവില്ലല്ലോ, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. കളിച്ച് വെള്ളത്തിൽ കൂടെ കളിച്ച് അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അടിയും കിട്ടി, ജലദോഷവും പിടിച്ച്, പിന്നെ സ്കൂളിലും പോകണ്ട. അതായത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഓർമ്മയിൽ വരികയാണ് ഇത് കാണുമ്പോൾ, നല്ല മഴ പെയ്യുമ്പോൾ. ഇത്രയും ദിവസം നല്ല ചൂടായിരുന്നു, പക്ഷേ ഈ മഴ പെയ്തപ്പോഴേ നല്ല തണുപ്പായി. എന്തൊരു മഴ, അടിപൊളി. കുഞ്ഞൂട്ടൻ വരുന്നുണ്ട്. കുഞ്ഞുട്ടാ കോടേന്ന് പോന്നിക്കേ. ഇത് കുഞ്ഞൂട്ടനാട്ടോ, അപ്പൂട്ടൻ്റെ ഏട്ടനാണ് കുഞ്ഞൂട്ടൻ. ഇവനധികം വീഡിയോയിൽ കിട്ടാറില്ല. നല്ല സൂപ്പർ മഴ. എനിക്ക് അമ്പലത്തിൻ്റെ നടക്കേക്ക് ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. അമ്പലം അടച്ചിട്ടില്ല, ഇപ്പോഴും തുറന്നിരിക്കുന്നുണ്ട്, ഇവിടെ അടച്ചിട്ടില്ല. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് ഒരു ഓട്ടോറിക്ഷ എടുക്കാൻ പറ്റും, അങ്ങനെ പറ്റില്ലല്ലേ? ഫ്രണ്ടിലേക്ക് മെല്ലെ എടുക്കാൻ പറ്റുമോ? ഒന്ന് ഈ സൈഡിക്ക് ഇന്നൊന്ന്. അതിനോട് ചേർന്നിട്ട് ഒരു ഗ്യാസ് ലൈനിന്റെ കണക്ഷൻ അടിയിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അത് മഴ പെയ്തപ്പോ പോലല്ലേ, തള്ളി നോക്കണേ, ബാക്കിൽ നിന്ന് തള്ളി നോക്കട്ടെ ഉണ്ട് കേട്ടോ.
താന്നുണ്ട്, സംഭവം താന്നുണ്ട്. നിങ്ങൾ ഇതിലൂടെ ഗ്യാസിൻ്റെ പൈപ്പ് ലൈനെ അവർ കുഴിച്ചിരുന്നു. അപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ പാവം അയാൾ ഇവിടെ വന്നിട്ട് തിരിച്ചതാണ്. നേരെ ഈ കുടിൽ ഇവിടെ താന്നു പോയത് ടയർ. എന്തായാലും തള്ളി മെല്ലെ ശരിയാക്കി ആൾ പോയി. ഇപ്പോൾ മഴയൊന്ന് ചോർന്ന് അന്തരീക്ഷമൊക്കെ ഒന്ന് തെളിഞ്ഞു. അമ്മ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മേൻ്റെ സ്പെഷ്യലാണ്. എന്താ നോക്കാം, എന്തുണ്ടാക്കണേ? ഇന്ന് പുട്ടും ഗ്രീൻ പീസ് കറി. അടിപൊളി. നല്ല പുട്ടും ഗ്രീൻ പീസ് കറിയാണ്. നമ്മൾ ഇവിടെ നാളികേരം, ഇതെന്തിനു വേണ്ടിയിട്ട് നാളികേരം? ഇത് നാളികേരം പൊടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണോ? പൊടിച്ചിട്ട് പുട്ടിലിടാൻ. അത് ശരി. ഇതേ ഇവിടെ പുട്ടുപൊടി ഇരിക്കുന്നുണ്ട്. പുട്ടുപൊടി ഇവിടെ ഉണ്ടാക്കിയതാ. ആണോ? അമ്മ പൊടിച്ചാണോ? അച്ഛൻ ഇവിടെ അച്ഛൻ്റെ എക്സസൈസിലാണ്. അച്ഛൻ രാവിലെ വീട്ടിൽ കുറച്ച് നേരം എക്സസൈസ് ചെയ്യും. അതിനുശേഷം അച്ഛൻ നടക്കാൻ പോകും. കുറച്ച് അമ്പലത്തിൻ്റെ ചുറ്റും രാവിലെ ഒരു 6 റൗണ്ട് നടക്കും. പിന്നെ വൈകുന്നേരം ഇതേമാതിരി കുറച്ച് നേരം നടക്കാൻ പോകും. അച്ഛന് 80 വയസ്സായിട്ടോ. നാളികേരപ്പൊടി അത് പുട്ടിലേക്ക് ചേർത്തു അല്ലേ? പുട്ടുപൊടിക്ക് കുറച്ച്. ബാക്കിയോ? ബാക്കി ഇനി കറിയിലേക്ക് വേണ്ടേ? കുറച്ച് നാളികേരം കറിയിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിൽ വെളുത്തുള്ളി, ഇഞ്ചി അതിട്ട് അരക്കണേ? ഒക്കെ കൂട്ടി അരയ്ക്കാം. അച്ഛൻ്റെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞു, പുഷപ്സ് ഒക്കെ കഴിഞ്ഞ് നടക്കാൻ പോവാണ്. ഹായ്. കുക്കറിൽ ഗ്രീൻ പീസ് ഇടുക, പിന്നെ ഉള്ളി, ഉരുളൻകിഴങ്ങ്, തക്കാളി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. അതിവിടെ പൊടിക്കണത് തന്നെയാണ്. മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഈ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒന്നിച്ച് കൂക്കിക്കണം. ഇത് എത്ര വിസിലടിക്കേണ്ടി വരും? ഇത് ഒരു 4 വിസിൽ കൊടുക്കും. അമ്മേ കുക്കർ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുക്കറിനൊക്കെ വയസ്സായി, ഒരടിയൊക്കെ കൊടുക്കണം ഇടയ്ക്ക്. അമ്മ പറയണേ കുക്കറിനൊക്കെ വയസ്സായി, അടി കൊടുത്താലേ വർക്കുള്ളൂ. അമ്മ ഒക്കെ എളുപ്പത്തിലാട്ടോ കറികളെല്ലാം ഉണ്ടാക്കുക. പെട്ടെന്ന് കഴിയും, എളുപ്പ വഴികളാണ്. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. അല്ലെങ്കിൽ അമ്മമാരുണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടുമല്ലോ. അടിപൊളി ടേസ്റ്റാണ്. അത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ചിരി വരുന്നുണ്ട്. അയ്യോ, പുട്ടിന് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതിവിടെ പൊടിച്ചതാമ്മ. അരിപ്പൊടിയല്ലേ? അരിപ്പൊടി. 2 ദിവസമായിട്ട് ഇപ്പം നല്ല മഴയല്ലേ. പക്ഷേ ഈ ഒരു അന്തരീക്ഷമൊക്കെ ശരിക്കും അടിപൊളിയാട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിട്ട് മിസ് ചെയ്തിരുന്നു. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ഒരു 10-15 വർഷമായിട്ട് അവിടെ ആയിരുന്നില്ലേ. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹമാണ് ഈ അമ്പലത്തിൻ്റെ അടുത്തൊരു വീട് വേണമെന്നൊക്കെ. ഹലോ, രാവിലെ സ്കൂളിൽ പോണ്ടേ? അവധിയാ. എനിക്ക് മതി മതി, എനിക്ക് അമ്മ പുട്ട് നിറയ്ക്കാൻ തുടങ്ങി.
അമ്മേ വേട്ടെ വിശന്നിട്ട് വയ്യ. അയ്യോ പൊട്ടി. കഴിക്കാൻ വഴി ചെറുപാടെ എന്തുണ്ടാകുന്നല്ലോ. ഇത് അമ്മൂസിന് അതിന് ജലദോഷം. അപ്പം ഞാൻ കുറച്ച് ഇഞ്ചി, ജീരകം, പിന്നെ പാം ഷുഗർ ഇല്ല, അതിന് പകരം ശർക്കര ഇട്ടത്, അതിട്ടിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം. ഇന്നലെ ഇത് കൊടുത്തിട്ട് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അമ്മൂസിൻ്റെ ചുമ നല്ല കുറവുണ്ട് ഇപ്പോൾ. മാക്സിമം അലോപ്പതി കഴിക്കേണ്ട വെച്ചിട്ടാ. നിനക്ക് വേണ്ടിട്ടുണ്ടാക്കണേ. ഇഞ്ചി, ജീരകം, കുരുമുളകുണ്ട്. ഇഞ്ചി, ജീരകം, കുരുമുളക്, പിന്നെ കരിപ്പട്ടിയാണ് വേണ്ടത്, പാം ഷുഗർ. പക്ഷെ അതില്ലാത്ത കാരണം നമ്മൾ കുറച്ച് ശർക്കര ഇട്ടത്. അത് നല്ലോണം തിളപ്പിച്ചിട്ട് ഈ വെള്ളം ഇത് അങ്ങനെ വെക്കില്ല. അപ്പൊ ഞാൻ ഒന്ന് അരിച്ച് ഇടയ്ക്ക് കുറച്ചിട്ട് ജലദോഷം വന്നിട്ട് പിന്നെ അതേമാതിരി നല്ല ചുമ ഉണ്ടായിരുന്നു, തൊണ്ടവേനൊക്കെ ഉണ്ടായി, കരച്ചിലായിരുന്നു. പക്ഷെ ഇത് കൊടുത്തപ്പോഴേക്കും നിന്നു കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പരീക്ഷിക്കുക, നല്ലതാ. മറ്റേ ഇതെന്തിനു വെച്ചിട്ടുള്ളേ? ഞാൻ ഇതെന്തിനു വെച്ചത്? മറ്റാ അത് പനിക്കൂർക്കയുടെ ഇലയും പിന്നെ തുളസിയുടെ ഇലയും. തുളസിയിലല്ലേ? അതെന്ത് ചെയ്യാ? അത് ഒന്ന് വാട്ടിയിട്ട് അതിന്റെ വെള്ളം പിഴിഞ്ഞു കൊടുക്കും, കുറച്ച് ഹണിയിലിട്ടിട്ട്. ജലദോഷം അത് ജലദോഷത്തിനൊക്കെ നല്ല. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ വെച്ചിട്ട്. ആദ്യം ഇത് അതിന് തൊണ്ടയിൽ എന്തോ കിച്ചുണ്ട്. അമ്മയുടെ കറി എന്തായി? അമ്മയുടെ കറി ഓ കറി ഉണ്ടല്ലേ. നല്ല സ്മെല്ല് കേട്ടോ, അടിപൊളി സ്മെല്ല്, പറയാൻ വയ്യ. അടിപൊളി സ്മെല്ല് പറഞ്ഞാൽ അമ്മന് കാണണം. അതിന് കാണിച്ചു കൊടുക്കുക. അമ്മ കാണിച്ചു തരാം. അമ്മ കാണിച്ചു തരും. അതിന്റെ സൗണ്ടൊക്കെ പോയി, ശബ്ദം പോയി. അതാ കാണണ്ടോ? കാണണ്ടോ? കൂട്ടിയിട്ട് കഴിക്കണോ അമ്മൂസിന്? കുറച്ച് നെയ്യും ഇട്ട് അതില് മല്ലിത്തയ്യും ഇട്ടു. അതിൽ മല്ലിത്തയ്യും ഇട്ടു, കുറച്ച് നെയ്യും പറഞ്ഞിട്ടോ. കറി കഴിഞ്ഞു. അമ്മൂസിന് കഴിക്കാൻ തോന്നുന്നുണ്ടോ? അതിന് കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന്. അയ്യടാ വിശക്കുണ്ടോ? അമ്മൂസ വിളിച്ചിരിക്കണ്ട കേട്ടോ. അമ്മമ്മ പിടിക്കാൻ ചെല്ലുക. അമ്മൂസേ, അമ്മമ്മ നിന്നെ കണ്ടുപിടിക്കൂട്ടോ. അമ്മ ഇവിടെ ഇല്ല. അമ്മമ്മ ഇപ്പുറത്തുണ്ട്, ഇപ്പുറത്തൂടെ പോയത് അവിടെ. അമ്മൂനെ കണ്ടുപിടിച്ചു. അമ്മമ്മേനെ വിളിക്കാൻ രാവിലെ ഇവര് അമ്മ കളിയുണ്ട് കുറച്ചു നേരം. ഇതേ അമ്മമ്മ വിളിച്ചു. അത് നിനക്കറിയാലോ. അപ്പൊ കാണും. നിന്റെ സൗണ്ടൊക്കെ പോയില്ലേ? അതാണ് ഇങ്ങനത്തെ ഒരു സൗണ്ട്. അമ്മസിന് ഇഷ്ടമായി സൗണ്ട്. എന്തൊക്കെ എന്റെ സൗണ്ട് എന്താ പോയത്? വിളിക്കണം അമ്മമ്മ. കണ്ടോ ഗൈസ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി. നല്ല കുറുമയാണോ? കുറുമയല്ല, മസാലക്കറി. മസാലക്കറി, നല്ല ഗ്രീൻ പീസ്. ഇതെല്ലാം അടിപൊളി കോമ്പിനേഷനാണ്, പുട്ടും കറിയും അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പഴം ഇഷ്ടമല്ല, എനിക്ക് കറി ഇഷ്ടം. പക്ഷെ കൃപയ്ക്ക് പഴം ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അടിപൊളി. പുട്ടും പപ്പടം ആയാലോ? പപ്പടം ഇഷ്ടമല്ല എനിക്ക്. എളുപ്പമുണ്ടായിരുന്നു. എന്താ എളുപ്പമായിരുന്നു അല്ലേ? അതേ, കൃപ അവിടെ ഒരുങ്ങുന്നുണ്ടില്ലേ? ഇത് എവിടെയും പോവാനല്ല കേട്ടോ, റീലെടുക്കാൻ വേണ്ടിയിട്ടാ. ദേ കൃപ മാത്രല്ല കേട്ടോ, അമ്മ ചുരിദാറാക്കി, അച്ഛൻ അവിടെ പാൻ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും റീലെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണേ. റീലെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ. എന്തായി ഇവിടെ?
ഇവരൊക്കെ റെഡിയായി. അതെ, നിങ്ങളെ നാച്ചുറലായിട്ടുള്ള ഇതിൽ ചെയ്തോളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതാണ് നന്നായി. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ചെയ്തത്, അത് വൈറലായില്ലേ. ശരിക്കും അങ്ങനെ ചെയ്തോളൂ കേട്ടോ, നാച്ചുറലായിട്ട്. റെഡിയായില്ലേ റീലെടുക്കാൻ? റെഡിയായി. അയ്യോ, ഈ ബാഗാ കിട്ടിയത്? ഇത് അപ്പുവിന്റെ ബാഗല്ലേ? ഞാൻ വേറെ ബാഗ് തരാം കേട്ടോ. അപ്പൂന്റെ സ്കൂളിൽ കൊണ്ടുള്ള ബാഗാ. സ്കൂൾ ബാഗ് അത്. ഞാൻ വേറെ ബാഗ് തരാം. നമ്മുടെ അടുത്തൊരു ട്രാവൽ ബാഗ് ഉണ്ടായിരുന്നില്ലേ? വേറെ അതാ നീലല്ലേ? അതാ ആണോ? ഇതെങ്ങനെയുണ്ട്? ഇത് വേണോ? ഇത് മതിയോ? അതെടുത്തോട്ടെ. ഇത് മതിയല്ലേ? മതി അടുത്തോളൂ. അതൊരു അത് മറ്റേ ഇങ്ങനത്തെ പിടിക്കണ ബാഗാണ് നല്ലത്. അതല്ലേ കുറച്ചുകൂടെ നല്ലത്? അത് രണ്ട് അല്ല, അമ്മ പിടിക്കണായിക്കോട്ടെ. അമ്മ ബാഗ് പിടിക്കണതും അച്ഛത് ഷോൾ. ശരിയാ, ഒരാൾക്ക് ഈ ബാഗും ഒരാൾക്ക് കൈ പിടിക്കണത് കൊടുക്കാല്ലേ? അത് പറ്റും. ഒരു റീലെടുക്കാനുള്ള കഷ്ടപ്പാടുകൾ കണ്ടില്ലേ ഗൈസ്? അയ്യോ, ഈ ബാഗ് മതിയോ? പക്ഷെ ഇതിനകത്ത് ഒന്നും ഇല്ല, എന്തെങ്കിലും സാധനങ്ങൾ കുത്തി ഇറക്കേണ്ടി വരും. അതാ വേറെ ബാഗ് ഉണ്ടല്ലോ. ഇത് കൊള്ളാലോ. അത് മതി, നന്നായിട്ട്. ഇതിൻ്റെ ഉള്ള എന്താ? എനിക്കറിയില്ല. അതെ, ഡ്രസ്സിന് എന്നാ കുഴപ്പമില്ല. അമ്മ ശരിക്കും ഡ്രസ്സൊക്കെ ബാഗിലിട്ടുണ്ട്. ശരിക്കും ഡ്രസ്സൊക്കെ എടുത്തോ? അയ്യോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ചെറിയ വ്ളോഗിന്റെ വിശേഷങ്ങൾ. അപ്പൊ എന്താ ചെയ്യാ മൂസേ? എല്ലാവരും ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവരും അതൊക്കെ ചെയ്തോളൂ കേട്ടോ. മൂസ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ. ടാറ്റ എടുത്ത മൂസേ. ടാറ്റ.